ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമുക്കൊരു തെറ്റുപറ്റി, അത് മനസ്സിലാക്കി തിരുത്തണം. ഒരു തരത്തിൽ പറഞ്ഞാൽ സാധാരണക്കാരന്റെ കോടതിയാണ് മാധ്യമങ്ങൾ. അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് തെറ്റുപറ്റാൻ പാടില്ല. അതെ, ഇനി ഓരോ നീക്കത്തിലും ആ ശ്രദ്ധ നമുക്കുണ്ടായിരിക്കണം. ഇനിയിപ്പോ ഇങ്ങനെ പറയാനല്ലേ പറ്റൂ. അവളോട് പറഞ്ഞിട്ട് കാര്യമില്ല. മോളിത് കൺഫേം ചെയ്യും. അബി, നീ ഉറങ്ങിയില്ലേ? രാത്രി വന്ന അതേ കിടപ്പ് തന്നെ കിടക്കാണല്ലോ. എന്താ അബി, എന്താ നിനക്ക് പറ്റിയത്? ഞാൻ നിന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല കരുതിയിരുന്നത്. അറിഞ്ഞോണ്ടല്ല ദുർഗേച്ചി, അവരെല്ലാം നിർബന്ധിച്ചപ്പോ ഞാൻ ആദ്യമായിട്ടാ ഇങ്ങനെ. സാരമല്ല, പോട്ടെ. സംഭവിച്ചത് സംഭവിച്ചു. ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ലെന്ന് നീ എനിക്ക് വാക്ക് തരണം. ഇല്ല ചേച്ചി, ഇനി എന്റെ ഭാഗത്ത് ഒരിക്കലും ഇങ്ങനെ തെറ്റ് സംഭവിക്കൂല. നിങ്ങൾക്ക് എവിടുന്ന് ഇതൊക്കെ കിട്ടുന്നത്? ആരാ ഇതൊക്കെ തരുന്നത്? എനിക്കതൊന്നും ശരിക്കും അറിയില്ല ചേച്ചി. കൂട്ടുകാർക്കറിയോ? അവരും എന്നെ പോലെ ഓരോ അവസ്ഥയിൽ പെട്ടു, ചതിയിൽ പെട്ടുവൊക്കെയാ ആദ്യമായിട്ട് ഉപയോഗിച്ച്. പിന്നെ പതിയെ പതിയെ അവരുടെ ആളാക്കി മാറ്റി. ഒരു തലമുറയെ നശിപ്പിക്കുന്ന വലിയ വിപത്താ ഇതൊക്കെ. അറിഞ്ഞോ അറിയാതെയോ ഒരിക്കലും ഉപയോഗിച്ച അടിമയാക്കി മാറ്റാൻ ഈ നാശത്തിന് കഴിയും. ഒരു കണക്കിന് പിടിക്കപ്പെട്ടത് നന്നായി. എന്റെ അബി ഇതിന്ന് രക്ഷപ്പെട്ടല്ലോ. അബിയുടെ കൂട്ടുകാര് ഇതിൽ അടിമയായിട്ടുണ്ടെങ്കിൽ അവരെ രക്ഷിക്കണം. പോയെന്ന് കുളിച്ച് ഫ്രഷായി വാ, നമുക്കൊന്ന് പുറത്തു പോണം. എനിക്ക് വാ. ജെഡി, ആ ജേർണലിസ്റ്റ് വിളിക്കുന്നുണ്ട്. അതാ ഞാൻ ഫോണോ ഇങ്ങോട്ട് വന്നത്. ഒരു മിനിറ്റ്. ഹലോ, ഞാനൊരു ഇൻഫർമേഷൻ തരാനാണ് വിളിച്ചത്. പറഞ്ഞോളൂ. കോളേജുകളിലും മറ്റും ഡ്രഗ്സ് സപ്ലൈ ചെയ്യുന്നത് എക്സ് എന്നൊരാളാണ്. അയാൾ മേനോന്റെ വലം കൈയാണ്.